ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ 30-ാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത്. ഈ ശ്ലോകത്തിൽ 275-ാമത്തെ നാമം മുതൽ 282-ാമത്തെ നാമം വരെയാണ് പരാമർശിക്കുന്നത്. ഓജസ്തേജോ ദ്യുതിധര പ്രകാശാത്മാ പ്രതാപനഃ ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രചന്ദ്രാംശുർഭാസ്കരദ്യുതിഃ. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഓജസ് തേജോ ദ്യുതിധര പ്രകാശാത്മാ പ്രതാപന ഋദ്ധ സ്പഷ്ടാക്ഷര മന്ത്ര ചന്ദ്രാംശു ഭാസ്കര ദ്യുതി, ഇങ്ങനെ 8 നാമങ്ങളാണ്. അതിൽ ആദ്യത്തെ നാമം ഓജസ് തേജോ ദ്യുതിധര. ഓജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശരീരത്തിലെ ആ ഒരു തേജസ്സിനെ പറയുന്നു. അതുപോലെ തേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയുമായ ആ ഒരു തേജസ്സിനെ പറയുന്നു. ദ്യുതി എന്ന് പറഞ്ഞാൽ ആ ഒരു മനോഹാരിതയെ പറയുന്നു. അപ്പോൾ ഓജസ് തേജോ ദ്യുതിധര എന്ന് പറഞ്ഞാൽ ആരാണോ ഈ 3 വലിയ ഗുണങ്ങൾക്ക് അധിപനായിട്ടുള്ളത്, അവർ ആ ഒരു ശക്തിയെ ഓജസ് തേജോ ദ്യുതിധര എന്ന് പറയുന്നു. അതായത് ഈ ശരീരത്തിൽ നിന്നും ഊർജിതമായി വരുന്ന ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി, അതാണ് ശരിക്കും ഓജസ്. അതുപോലെ തത്വങ്ങളുടെയും പലതരത്തിലുള്ള വിജ്ഞാനത്തിൻ്റെയുമായിട്ടുള്ള ആ ഒരു പ്രഭാവത്തെ തേജസ് എന്നും പറയുന്നു. അതുപോലെ തന്നെ ദ്യുതി എന്ന് പറഞ്ഞാൽ രണ്ടുമായി ചേർന്നിട്ടുള്ള ആ ഒരു മനോഹാരിത, അതായത് ജ്ഞാനത്താൽ ഉണ്ടാകുകയും ആ ജ്ഞാനം കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു മനോഹാരിതയെ ദ്യുതി എന്ന് പറയുന്നു. അതിനാലാണ് ഭഗവാന് ഓജസ് തേജോ ദ്യുതിധര എന്ന നാമധേയം. ആ ഒരു ഓജസ്സും തേജസ്സും കൂടി വന്നിരിക്കുന്ന യോഗികൾ പറയുന്നതെന്തും സാധ്യമാകുന്നു. അതിൽ ഒരു വലിയ ഒരു ഉദാഹരണമാണ് ബുദ്ധ ഭഗവാൻ. അതുപോലെ തന്നെ മനസ്സിന് ശാന്തിയും അവർ മറ്റുള്ളവർക്കുള്ള ആ ഒരു സ്നേഹം, അതായത് പക്ഷിയാകട്ടെ മൃഗമാകട്ടെ മരമാകട്ടെ ചെടിയാകട്ടെ കൊടിയാകട്ടെ, അതിനുള്ളിൽ അവർക്ക് തോന്നുന്ന ആ ഒരു സാഹോദരിത്വം, അത് വളരെ വളരെ വലിയ ഒരു മനസ്സുണ്ടായാൽ മാത്രമേ സാധ്യമുള്ളൂ. ആ ഒരു ദ്യുതി, അതായത് അവർ ആ ഒരു പ്രകൃതിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു വിശ്വാസമായ ഒരു അന്തരീക്ഷം, അത് ഏതൊരു അസുഖത്തെയും മാറ്റാവുന്നതാണ്. അത് തന്നെയാണ് നമുക്ക് ഭഗവത്ഗീതയിൽ ഗീതാചാര്യ പറയുന്നത്. സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ അർജുനനോട് എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഞാനാണ് ഏതൊരു ശക്തിക്കും പിന്നിലുള്ള ആ ഒരു അംശം, ആ ഒരു മനോഹാരിതയും ആ ഒരു വിജ്ഞാനത്തിൻ്റെയും ഒരു അംശമായി മാറി നിൽക്കുന്ന ഞാൻ എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്. പക്ഷേ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ചിലവർ ഈ ജ്ഞാനത്തെ പൂർണ്ണമായി ഉപയോഗിക്കുന്നു, ചിലർ ഈ ജ്ഞാനത്തെ തിരിച്ചറിയുന്നതേയില്ല, മറ്റു ചിലർ ഈ ജ്ഞാനത്തെ നല്ല രീതിയിലല്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിനാൽ ശങ്കരാചാര്യർ തന്നെ ഇത് പറയുന്നുമുണ്ട്. അതായത് നമുക്ക് എപ്പോഴാണോ ഭഗവാന്റെ ആ ഒരു ശക്തിയും ഓജസ്സും ലഭിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മുഖത്തിൽ, നമ്മുടെ ആ ഒരു കണ്ണുകളിൽ, നമ്മുടെ വാക്കുകൾ അത് പ്രതിഫലിക്കും. ഭഗവാന്റെ അടുത്ത നാമധേയം പ്രകാശാത്മാ. പ്രകാശം എന്നാൽ ആ ഒരു വെളിച്ചത്തെ സൂചിപ്പിക്കുന്നു. ആത്മാ എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ളിലെ ആ ഒരു പരമാത്മാവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ പ്രകാശാത്മാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭഗവാൻ എങ്ങനെയാണോ ഒരു വലിയൊരു പ്രകാശത്തെ കൊടുത്ത് ഇരുട്ടിനെ മാറ്റുന്നത്, ആ ഒരു ഭഗവാന്റെ ശക്തിയെ പ്രകാശാത്മാ എന്ന് പറയുന്നു. അടുത്ത നാമധേയം പ്രതാപന. പ്രതാപന എന്ന് പറഞ്ഞാൽ, ഈ പ്രതാപം എന്ന് പറഞ്ഞാൽ ആ ഒരു തപം, ആ ഒരു ചൂട് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമുണ്ട്. ഒരു ജീവാത്മാവിൽ ജീവനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ആ ശരീരത്തിലെ ആ ഒരു ചൂട്, ചെറു ചൂട് കൊണ്ടാണ്. ആ ചൂടുണ്ടെങ്കിൽ മാത്രമേ ആ ശരീരത്തിൽ പരമാത്മാവായി നിൽക്കുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. അതിനാൽ നമ്മുടെ ശരീരത്തിന് ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ആ ഒരു ചൂട് തരുന്നത് ഭഗവാനാണ്. അത് തന്നെയാണ് പ്രകൃതിയിൽ നമുക്ക് സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത്. അത് നമുക്ക് പല ജന്മ ജന്മാന്തരത്തിലും
പല തരത്തിലുള്ള തലമുറകളെ കൊടുക്കുന്നു. അതായത് നമ്മുടെ ആ ഒരു ജീവിത തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളോ അതിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങളോ അല്ല. നമ്മുടെ ജ്ഞാനത്തെ ആരാണോ പ്രവർത്തിക്കുന്നത് അവരെ നമ്മുടെ തലമുറ എന്ന് പറയുന്നു. നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ നമ്മുടെ തലമുറ എന്ന് പറയുന്നു. ആ പല തലമുറകളെയും സൃഷ്ടിക്കുവാൻ ഈ ഒരു ചൂടും ജ്ഞാനവും ആവശ്യമുണ്ട്. അതിന്റെ ആധിപത്യത്തിൽ ഇരിക്കുന്ന ഭഗവാനെ പ്രതാപന എന്ന് പറയുന്നു. അടുത്ത നാമധേയം ഋദ്ധ എന്നാണ്. ഋദ്ധ എന്നാൽ സമ്പൽ സമൃദ്ധിയെ കുറിക്കുന്നു. അതായത് ഭഗവാന്റെ ആ ഒരു ഹൃദയത്തിൽ ഉള്ള സ്ഥാനമാണ് ലക്ഷ്മി ദേവിക്ക് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഐശ്വര്യം ദേവി എങ്ങനെയൊക്കെ ഭഗവാന്റെ ഭക്തന്മാർ ഇങ്ങനെ കേറാൻ അപേക്ഷിക്കുന്നുവോ അവർക്ക് അനുഗ്രഹമായി കൊടുക്കുന്നു. അത് സമ്പത്താകട്ടെ, ജ്ഞാനമാകട്ടെ, ശക്തിയാകട്ടെ, മനോഹാരിതയാകട്ടെ എല്ലാം തന്നെ വളരെ തേജസ്സോടുകൂടി ദേവി അനുഗ്രഹിക്കുന്നു. അതിനാൽ ഭഗവാന് ഋദ്ധ എന്ന നാമധേയം. അടുത്ത നാമധേയം സ്പഷ്ട അക്ഷര എന്നാണ്. സ്പഷ്ടം എന്നാൽ വളരെ വ്യക്തം എന്നർത്ഥം. അക്ഷര എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ആ ദൈവികമായ ശബ്ദത്തെ കുറിക്കുന്നു. അപ്പോൾ സ്പഷ്ടാക്ഷര എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു വ്യക്തമായ ദൈവികമായ ആ ഒരു ശബ്ദത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഓരോ നാമത്തെയും കുറിക്കുന്നു. അതിൽ ആദ്യമായി ഭഗവാൻ ഉപയോഗിച്ച ശബ്ദമാണ് ഓംകാരം, അതായത് ഓം എന്ന നാമം. അതിന് അത്രയും ശക്തിയുണ്ട്. അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ആരൊക്കെയാണോ എൻ്റെ നാമം ഓംകാരത്തോടു കൂടി പറയുന്നത് അവർ ഈ ജീവാത്മാവിൽ നിന്നും വിട്ടുപോകുന്ന സമയം, മരണസമയത്ത് ആരൊക്കെയാണോ എന്നെ വിചാരിക്കുന്നത് അവർ എപ്പോഴും എൻ്റെ മനസ്സിൽ ലയിക്കുന്നു. അതായത് അവർക്ക് മോക്ഷത്തെ കൊടുക്കുന്നു. അപ്പോൾ ക്ഷര എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നശിക്കുക എന്നാണ്. അപ്പോൾ അക്ഷര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതേതൊരു ശക്തിയാണോ ആ ശക്തിയെ അക്ഷര എന്ന് പറയുന്നു. അപ്പോൾ സ്പഷ്ടാക്ഷര എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഒരിക്കലും നശിക്കാതെ എന്നും പൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു ശക്തിയെ സ്പഷ്ടാക്ഷര എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ എപ്പോഴും മനസ്സിൽ, അതായത് ശരീരമായിക്കോട്ടെ, മനസ്സായിക്കോട്ടെ, നമ്മുടെ ജ്ഞാനമായിക്കോട്ടെ, ഈ ഒരു മൂന്ന് വലിയ ഒരു സത്യങ്ങളിൽ നമ്മുടെ മനസ്സിന് സ്വാർത്ഥ മനോഭാവത്തെ മാറ്റുന്നു. നമ്മുടെയൊക്കെ വികാരത്തെയും ചിന്തയെയും ഓരോ പ്രവൃത്തിയെയും ഭഗവാൻ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സത്യത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ഏതൊരു വലിയ ദുരന്തം വന്നാലും അത് മറികടന്ന് അതിൽ നിന്നും നന്മയിലോട്ട് പോകുവാനുള്ള ഒരു സ്പഷ്ടമായ വഴി തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഭഗവാന് സ്പഷ്ടാക്ഷര എന്ന നാമം. അതായത് കൂടസ്ഥ എന്ന ഒരു നാമം എങ്ങനെയാണോ ഭഗവാന് പൂർണ്ണമായിട്ട് യോജിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്പഷ്ടാക്ഷര എന്ന നാമധേയവും. ഭഗവാന്റെ അടുത്ത നാമധേയം മന്ത്ര എന്നാണ്. അതായത് വേദശാസ്ത്രങ്ങളിൽ നിന്നും ഉരുവിടുന്ന ഓരോ വാക്യത്തെയും ഭഗവാന്റെ മന്ത്രയായി കരുതുന്നു. അതായത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഭഗവാനിന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ഏതൊരു നാമവും ശബ്ദവും ഭഗവാൻ മന്ത്രമായി കരുതുന്നു. അതിനാൽ ഭഗവാൻ ഉന്നതമായ മന്ത്രമായി ജ്വലിക്കുന്നതിനാൽ ഭഗവാന് മന്ത്ര എന്ന നാമധേയം. അടുത്ത നാമധേയം ചന്ദ്രാസു എന്നാണ്. അതായത് ചന്ദ്രൻ എന്നാൽ നമ്മുടെ രാത്രി കാലങ്ങളിൽ ഊഷ്മളത ആരാണോ തരുന്നത് ആ ശക്തിയെ ചന്ദ്രൻ എന്ന് പറയുന്നു. ആംസു എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രനിൽ നിന്നും വരുന്ന ആ ഓരോ കിരണങ്ങളെയും പറയുന്നു. അപ്പോൾ ചന്ദ്രാംശു എന്നാൽ ഭഗവാൻ തന്നെയാണ് ചന്ദ്രന്റെ രൂപത്തിൽ ആ കിരണങ്ങൾ കൊണ്ട് ഊഷ്മളത എല്ലാവർക്കും കൊടുക്കുന്നത്. അതുപോലെ എങ്ങനെയാണോ ഒരു ദിനത്തിൽ സൂര്യൻ അത്രയും വിശിഷ്ടമായി നിൽക്കുന്നത് അതുപോലെ തന്നെ ഭഗവാൻ ചന്ദ്രനായി രാത്രിയിലും കുടികൊള്ളുന്നു. അത് തന്നെയാണ് വേദത്തിൽ പറയുന്നത്. ഭഗവാൻ സോമനായി, അതായത് ചന്ദ്രനായി എല്ലാ സത്തുക്കളോടു കൂടി നമ്മുടെ ആവശ്യമായ ആഹാര സാധനങ്ങൾക്ക്
വേണ്ടിയ ഒരു ഊർജം കൊടുക്കുന്നു. അതിനാൽ ഭഗവാൻ വാസുദേവ എപ്പോഴും നമ്മുടെ ഓരോ ആരോഗ്യ ഐശ്വര്യങ്ങൾക്കും കാരണമായി മാറുന്നു. അത് തന്നെയാണ് നമ്മുടെ മനസ്സിന് ശാന്തിക്കും സമാധാനത്തിനും സൗന്ദര്യത്തിനും ഭഗവാൻ എങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ അത് തന്നെയാണ് രാത്രിയിൽ ചന്ദ്രന്റെ രൂപത്തിൽ നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അതിനാൽ ഭഗവാന് ചന്ദ്രാംശു എന്ന നാമധേയം. അടുത്ത നാമധേയം, അതായത് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയം ഭാസ്കര ദ്യുതിഹി എന്നാണ്. ഭാസ്കര എന്നാൽ സൂര്യൻ എന്നർത്ഥം. ദ്യുതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ വേറൊരു ശക്തിയെ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയാൽ ആ ഒരു പ്രകാശത്തെയും ആ ഒരു ഊഷ്മളതയും തരുന്ന അതേ സൂര്യനെ തന്നെയാണ് ഭഗവാനായി കുറിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഈ ഒരു പ്രപഞ്ചത്തിൽ തന്നെ മധ്യസ്ഥാനം വഹിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. ആ ശക്തി ജീവൻ കൊടുക്കുന്നു, ജീവന് ശക്തി കൊടുക്കുന്നു, ശക്തിക്ക് ഒരു പ്രധാനമായിട്ടുള്ള ഊഷ്മളത കൊടുക്കുന്നു. അങ്ങനെ ജീവൻ വളരെ പെരുകി അത്രയും ഊഷ്മളതയോടെ വളരുമ്പോൾ ആ ജീവാത്മാവിനകത്തുള്ള ആത്മാവും പോഷിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പരമാത്മാവിൽ ഇരുന്നു കൊണ്ട് ജീവാത്മാവിനെ നിയന്ത്രിച്ച് പല നല്ല കാര്യങ്ങളും ആ ഒരു സൃഷ്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനാൽ ഭഗവാനെ ഭാസ്കരദ്യുതി എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ എന്തൊക്കെയാണെന്നാൽ ഓജസ് തേജോ ദ്യുതിധര പ്രകാശാത്മ പ്രതാപന ഋദ്ധ സ്പഷ്ടാക്ഷര മന്ത്ര ചന്ദ്രാംശുർ ഭാസ്കരദ്യുതി എന്നീ 8 നാമങ്ങളാണ്. ഓജസ് തേജോ ദ്യുതിധര പ്രകാശാത്മാ പ്രതാപനക ഋദ്ധ സ്പഷ്ടാക്ഷരോ മന്ത്ര ചന്ദ്രാംശുർ ഭാസ്കരദ്യുതി. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.